കൊല്ലം കുണ്ടറയിൽ ട്രെയിൻ അട്ടിമറിക്ക് ശ്രമമെന്ന വാർത്തയാണ് വരുന്നത്. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ CCTV ദൃശ്യം പുറത്തുവന്നിരിക്കുന്നു. രാത്രി 2 മണിയോടെ സംശയാസ്പദമായ രീതിയിൽ ഇവരെ കാണുകയായിരുന്നു. യുവാക്കൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് BJPയും ആരോപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ആദ്യത്തെ പോസ്റ്റ് റെയിൽവേ ലൈനിൻ്റെ കുറുകെ കണ്ടത്. അപ്പോൾ യാദൃശ്യമായ പെട്രോളിംഗ് നടത്തുന്ന എഴുകോൺ പോലീസാണ് അത് വന്ന് എടുത്ത് മാറ്റി. അതിനുശേഷമാണ് രണ്ടാമത് വീണ്ടും സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം എടുത്ത് മാറ്റിയെ സംബന്ധിച്ച് അതിനെ അന്വേഷണം നൈറ്റ് വന്ന പോലീസ് നടത്തേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ അവർക്കൊരു വീഴ്ച പറ്റിയിട്ടുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് തോന്നാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഒരു അട്ടിമറിക്ക് വേണ്ടി കാര്യം 3:30 മണിയോടുകൂടി തന്നെ പാലരുവി എക്സ്പ്രസ് ഇതിലെ കൂടി കടന്നു പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അട്ടിമറിക്കാണ്. ആദ്യം ഒരു തവണ അവരൊരു പരിശ്രമം നടത്തി, അത് പോലീസ് വന്ന് പരാജയപ്പെടുത്തുന്നു. വീണ്ടും ആ പരിശ്രമം നടത്തിയ വ്യക്തികളെ സംബന്ധിച്ച് അവരിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത് വീണ്ടും ആ പരിശ്രമം നടത്തുകയും അതും പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കേവലം 2-3 വ്യക്തികൾ മാത്രമാകാനുള്ള സാധ്യത കുറവാണ്. ദിലീപ് ദേവസ്യയുടെ വിശദാംശങ്ങളുമായി. ദിലീപ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. പോലീസ് വന്ന് പോസ്റ്റ് നീക്കിയിട്ടും വീണ്ടും അതവിടെ കൊണ്ടിട്ടു എന്നതാണ്. ഈ CCTV ദൃശ്യങ്ങളിലുള്ളവരെ കേന്ദ്രീകരിച്ച് തന്നെയാണോ അന്വേഷണം? അത് ട്രെയിൻ അട്ടിമറി ശ്രമമാണെന്ന് റെയിൽവേ സ്ഥിരീകരിക്കുന്നുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? വിനീത, കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതായത് ഒരു വലിയൊരു അപകടം വരുത്താനുള്ള കാരണത്തിനിടയാക്കിയ ഒരു ടെലിഫോൺ പോസ്റ്റ് റെയിൽവേ ട്രാക്കിന് നടുവിൽ വെക്കുക. അത് ആദ്യം തന്നെ ഇവർ കാണുകയും ചെയ്തു. അതായത് ഇത് റെയിൽവേ കാണുകയും പിന്നീട് അത് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് ഇത് എടുത്തു മാറ്റുകയും ചെയ്തു. പിന്നീടും 2 മണിയോടുകൂടി ഇത് കൊണ്ടുവച്ചത് ആരാണെന്നുള്ളതാണ് സംശയിക്കുന്നത്. ഇന്ന് പ്രതികളുടെ സംശയിക്കുന്ന CCTV ദൃശ്യം ഇപ്പോൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് അത് കേന്ദ്രീകരിച്ച് അന്വേഷണം 2 മണി സമയത്ത് ഈ യുവാക്കൾ ഇവിടെ എത്തുന്നു. ഒരു പോസ്റ്റ് തള്ളിയിടുന്നതായിട്ട് കാണുന്നുണ്ട്. ബാക്കിയുള്ള ദൃശ്യങ്ങൾ അതൊരു ബാങ്കിൻ്റെ CCTV ദൃശ്യങ്ങളാണ്. അത് എടുക്കേണ്ടതുണ്ട് എന്നാണ്. അതിന് ചെറിയ സഹായങ്ങൾ തേടി അതിന് ആവശ്യങ്ങളടക്കം അന്വേഷിക്കുന്നു. ഇപ്പോൾ നമ്മുടെ PC വിശ്വനാഥ് MLA ചേരുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിർണായകമായ ചില വിവരങ്ങൾ ഈ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും 2 ചെറുപ്പക്കാർ, അത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള, അതായത് ഞാൻ അങ്ങനെ പറയാൻ കാര്യം വ്യക്തതയുള്ള ചിത്രങ്ങളാണ്. മുഖം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള, അത് ഒരുപക്ഷെ പുറത്ത് മാധ്യമങ്ങൾ വഴിയൊക്കെ തന്നെ പോലീസിന് പുറത്ത് വിട്ടാൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യക്തതയുള്ള ചിത്രങ്ങളാണ് 2 ചെറുപ്പക്കാരുടെ ചിത്രങ്ങൾ ഇപ്പോൾ തൊട്ടടുത്ത് ATMൻ്റെ CCTVയിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും വലിയ ഇത്തരത്തിൽ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇതുവരെ കേട്ടുകേൾവിയിൽ ഉള്ളതല്ല. ഒരു ട്രെയിൻ പാലരുവി എക്സ്പ്രസ്സിനെ ലക്ഷ്യമാക്കി പാലരുവി എക്സ്പ്രസ് അട്ടിമറിക്കുക, അതിൽ അപകടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഈ ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ടുവച്ചത്. എന്തായാലും ഇതിനകത്ത് ഒരു ഹയർ ലെവൽ ഉള്ള അന്വേഷണം തന്നെ ഉണ്ടാകണം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളും കേന്ദ്ര ഏജൻസികളടക്കം ഈ കാര്യത്തിൽ അന്വേഷിച്ചു. കാരണം രാജ്യസുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ ക്വസ്റ്റ്യനാണ് ഇവിടെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് പോലീസും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും കേന്ദ്ര ഏജൻസികളും ഒക്കെ തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് വലിയ ഭീതി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു ട്രെയിൻ പ്രദേശത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. അതാണ് ഒരു തവണ മാറ്റിയതിന് ശേഷവും. അതായത് അപ്പം അത്ര പ്ലാൻഡ് എന്ന് മാത്രമല്ല, കമ്മിറ്റഡ് ക്രിമിനൽസ് ആണ്. കാരണം ഈ ഒരു പ്രവൃത്തി ചെയ്യണം, ഇത് നടപ്പിലാവണം, അപകടം ഉണ്ടാകണം എന്ന ഒരു സാധാരണ നിലപാടത്തില്ല. മാനസിക രോഗമുള്ളവർ വന്ന് ചെയ്തു, അങ്ങനെയാണ് ചെയ്തിട്ട് പോകുന്നതാണെങ്കിൽ ഓക്കെ, കഴിഞ്ഞങ്ങ് പോയി എന്നുള്ളതാണ്. ഇത് എടുത്തു മാറ്റിയതിന് ശേഷം രണ്ടാമത് കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അട്ടിമറി നടത്തണം എന്ന കൃത്യമായ ലക്ഷ്യത്തിൽ വന്ന ഒരു സംഘമാണ് എന്ന് തന്നെയാണ്. പോലീസിന് സംശയം ലഹരി സംഘമാണോ എന്നുള്ളത്. അതായത് ഈ പോസ്റ്റ് മുറിക്കുന്നതിന് വേണ്ടി ഇതിന് കുറുകെ കൊണ്ടിട്ടാന്നൊരു സംശയം അടക്കം പോലീസ് പറയുന്നുണ്ട്. ഈ മേഖല ഇത്തരത്തിൽ ലഹരിക്ക് അങ്ങനെയുള്ള ഒരു മേഖലയാണ്. പ്രാഥമികമായി അത്തരം ഒരു നിഗമനത്തിലേക്കൊന്നും എത്തുന്നതിനോട് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇതിനെ സംബന്ധിച്ച് വളരെ ഉന്നത തലത്തിലുള്ള അന്വേഷണം നടത്തുകയും ഇപ്പോൾ എന്തായാലും
സംശയിക്കുന്ന രണ്ടുപേരുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തുടരന്വേഷണങ്ങൾ ഇതിൽ മറ്റാരെങ്കിലും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ രണ്ടുപേര് മാത്രമാണോ ഉള്ളത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയിലേക്കും കൃത്യതയിലേക്കും എത്തും എന്നാണ് കരുതുന്നത്. വിനീത, അപ്പോൾ പി സി വിശ്വനാഥ് പറഞ്ഞ പോലെ തന്നെ കൂടുതൽ അന്വേഷണം ഇതിൽ നടത്തേണ്ടതുണ്ട്. കാരണം ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമായി കാണിച്ചു തരാം. അതായത് ഈ ട്രാക്കിൽ നിന്ന് ഏകദേശം 50-100 മീറ്റർ അകലെയാണ് ഈ പോസ്റ്റ് ഉണ്ടാകുകയും ചെയ്തത്. ആ പോസ്റ്റ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇട്ടതാണെന്നാണ് പോലീസ് സംശയിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആണെങ്കിൽ ആ 2 പേർ ആ സമയത്ത്, അതായത് 2 മണി സമയത്ത് പാലരുവി എക്സ്പ്രസ് കടന്നു പോകുന്ന ആ സമയത്ത് ഇവിടെ കൊണ്ടുവച്ചതാണെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഒരു തവണ മാത്രമല്ല, അത് 2 തവണ ആവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ റെയിൽവേയുടേതും അതോടൊപ്പം തന്നെ കേരള പോലീസിൻ്റേതും അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തി അന്വേഷണം നടക്കും. നമുക്ക് സ്റ്റേറ്റ് ബാങ്കിൻ്റെ അതോടൊപ്പം കാനറ ബാങ്കിൻ്റെ എല്ലാം തന്നെ ATM കൗണ്ടർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നതിനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഇതിനു വേണ്ട നടപടികളിലേക്കാണ് പോലീസ് നടക്കുന്നത്. സാറേ, ഇതിൻ്റെ CCTV വിഷ്വൽസ് കിട്ടിയോ? കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 2 പിള്ളേരെന്നാണെന്ന് സംശയമുണ്ടോ? അത് തീർച്ചയായിട്ടും അതിൻ്റെ അന്വേഷണം തുടങ്ങിയതേ ഉള്ളൂ, ഒന്നും പറയാറായിട്ടില്ല. ആ സമയത്ത് അവിടെ കണ്ടതുകൊണ്ട് ഒരു സംശയാസ്പദ രീതിയിൽ കണ്ടതുകൊണ്ട് അതെ, അത് കൂടുതലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. CCTV പരിശോധിച്ചാണ്. അതെ, അതും അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ഈ പരിസരത്ത് അന്വേഷണം നടത്തിയപ്പോൾ എന്താ വിവരം ലഭിച്ചത്? നമുക്ക് അന്വേഷണത്തെ സംബന്ധിച്ച വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, പുറത്തു പറയാൻ പറ്റില്ല. എന്തായാലും CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയാണ്. ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു അന്വേഷണം. നമുക്ക് അറിയാവുന്ന സമാനതകളില്ലാത്ത ഒരു അപകടത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം നടക്കാതെ പോയത്.